നമുക്ക് ഈ ആവണക്കെണ്ണ അറിയാം. ആവണക്കെണ്ണ നമ്മുടെ കൊച്ചിങ്ങൊക്കെ വെച്ച് ഇടിഞ്ഞലിലൊക്കെ വെച്ച് അതിന്റെ കരി പിടിച്ചിട്ട് പിരികത്തൊക്കെ തേച്ച് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ട്. അങ്ങനെ ഒരു സെറ്റപ്പ് നിങ്ങളെ വീട്ടുകാരോട് ചോദിച്ചാൽ മനസ്സിലാവും, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ. ഹൈ ഫ്രണ്ട്സ്, എപ്പിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ താടി രഹസ്യം പാർട്ട് 13 ആണ്. അപ്പം എല്ലാ ആഴ്ചയും നിങ്ങൾക്കറിയാം ഞാൻ ഈ താടി രഹസ്യം വീഡിയോ ചെയ്യണത് വെള്ളിയാഴ്ചയാണ്. അപ്പം ഇന്ന് ഞാൻ ശനിയാഴ്ച ചെയ്യണ വേറൊന്നും കൊണ്ടല്ല, ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യണം. എനിക്ക് ജോലിയുടെ തിരക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട്. അപ്പം എന്തായാലും കുറച്ച് സംശയങ്ങൾ ഞാൻ ഇന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കും മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് താഴെ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടിട്ട് ഡിസ്ലൈക്ക് ചെയ്യണം. നിങ്ങളെ കൂട്ടുകാരിലേക്കും എൻ്റെ ചാനൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം. അപ്പോൾ കൂടുതൽ വലിച്ചിട്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം എന്തായാലും എന്നത്തെയും പോലെ ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംശയവും കാര്യം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ സംശയങ്ങളായിട്ട് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തന്നിട്ട് അതിൻ്റെ റിപ്ലൈ ഞാൻ തരുന്നതാണ്. അപ്പം ആദ്യത്തെ സംശയം ഗൗതം ആർ കുറുപ്പ് എന്ന് പറഞ്ഞ ബ്രോ ആണ്. ഒരു ദിവസം മുന്നേ ചോദിച്ചേക്കണേണ്. എന്താണെന്ന് ഞാൻ ആദ്യം വായിച്ചു തരാം. ബ്രോ മിൻടോപ്പ് 5 4 മന്ത് യൂസ് ചെയ്തു. ബിയേഡ് നല്ലോണം ഗ്രോത്ത് ആയി. ബട്ട് ഞാൻ സ്റ്റോപ്പ് ആക്കി. 1 മന്ത് കഴിഞ്ഞിട്ടും നോ ഇഷ്യൂസ്. ബട്ട് ഞാൻ ഷേവ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു. പിന്നെ ഗ്രോത്ത് നല്ല സ്ലോ ആൻഡ് ഹെയർസ് ലോസ് ആയി പഴയ പോലെ ആകുന്നു. ഞാൻ പേടിച്ചിട്ട് വീണ്ടും മിൻടോപ്പ് സ്റ്റാർട്ടാക്കി. 2 വീക്സ് ആയപ്പോൾ പാച്ചസ് റെഡിയായി. ഇപ്പോൾ സ്ലോലി സ്റ്റോപ്പ് ആകുന്നു. വീക്കിലി വൺസ് അപ്ലൈയിങ്. അതിൻ്റെ താഴെ വേറെയും കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഇതിനുള്ള ഉത്തരം ഞാൻ എന്താണെന്ന് തരാം. ബ്രോ ഈ 4 മാസം അല്ലെങ്കിൽ 5 മാസം നമ്മൾ ഈ മിനോക്സിഡിൽ യൂസ് ചെയ്ത താടി, അങ്ങനെ യൂസ് ചെയ്ത താടി നമ്മൾ ടെർമിനൽ, ഞാൻ ഈ പറയുന്ന ഒരു സ്റ്റേജാണ്. ആ ടെർമിനൽ എന്ന് പറയുന്ന സ്റ്റേജിൽ അത് പ്രോപ്പറായിട്ട് നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മുടെ ബിയേഡും കാര്യങ്ങളും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ആ സ്റ്റേജ് എത്തണ വരെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം ഈ മിനോക്സിഡിൽ. എന്നിട്ട് മാത്രമേ സ്റ്റോപ്പ് ആക്കാൻ പാടുള്ളൂ. ബ്രോയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ താടിയിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം, ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യണം. നന്നായിട്ട് ടെർമിനൽ നമ്മുടെ തലമുടി പോലെ താടിമുടി ആവും. അങ്ങനത്തെ ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ അച്ഛൻ്റെയോ ഒക്കെ താടി നോക്കണം, അച്ഛൻ്റെയോ മാമാരുടെയോ ഒക്കെ താടി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല കട്ടി കോപ്പർ വയറിൻ്റെ ആ ഒരു ഇതിൽ സ്റ്റേജിൽ അത് എത്തിത്തീരും. അപ്പം മാത്രമേ അത് സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ താഴെ ഇനി ബ്രോ കുറച്ച് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്താണെന്ന് വായിച്ചു തരാം. മെയിൻ ഇഷ്യൂ, ഇത്ര നാൾ യൂസ് ചെയ്തിട്ട് മീശ കട്ടിയായില്ല, ഹെയർസ് കൂടിയില്ല, ബിയേഡ് മാത്രം ഇമ്പ്രൂവ് ആയി. എന്തായാലും സന്തോഷം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണിത്. മീശ കട്ടി കൂടാൻ എന്തെങ്കിലും ടിപ്സ് ഇന്ത്യയിൽ പറയണേ യുവർ സബ്സ്ക്രൈബർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ബ്രോയുടെ അടുത്ത് പറയാനുള്ളത്, ബ്രോ മീശയുടെ കാര്യം, മീശയിൽ ഒരിക്കലും ഞാൻ മിനോക്സിഡിൽ തേക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു വീഡിയോയിൽ എന്തോ മീശയെ പറ്റി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ റിസ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്യണം, വേറെ ഒന്നും കൊണ്ടല്ല. മിനോക്സൈഡിൽ മൂക്കിന്റെ താഴെ നമ്മൾ തേക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നമ്മളത് ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ ലങ്സിനും കാര്യങ്ങളിലൊക്കെ അതങ്ങ് കെയർ ചെയ്യണം. അങ്ങനെ കയറുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഇപ്പോൾ ഉണ്ടായാലും ഫ്യൂച്ചറിലുണ്ടാവും. പിന്നെ ഇപ്പം പ്രസന്റ് ആയിട്ട് തന്നെ നമുക്ക് തലവേദന, നെഞ്ചുവേദന ഒക്കെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ മിനോക്സൈഡിൽ മീശയിൽ തേക്കില്ല. ചിലർക്ക് മീശയിൽ തേക്കുന്ന ആൾക്കാരുണ്ട് റിസ്ക് എടുത്ത്, അവർക്ക് റിസൾട്ട് കിട്ടുന്നു എന്ന് പറയണം. എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ പേഴ്സണലി പോലും ഞാൻ മീശയിലൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ബ്രോയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഈ മീശ എന്ന് പറയുന്നത് ഒരു സംഭവം തന്നെയാണ്. അത് നമ്മുടെ ജനറ്റിക്സും കാര്യങ്ങളും അനുസരിച്ചാണ് വരുന്നത്. അപ്പം എനിക്കിതിൽ സജസ്റ്റ് ചെയ്യാൻ വേറൊന്നുമില്ല. കാരണം നമുക്ക് പഴുതാര മീശ, പിന്നെ അല്ലാണ്ട് നമുക്ക് പാൽമുടി, പിന്നെ വീലക്സ് എയർ പോലത്തെ ഒരു വൃത്തികെട്ട മീശയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലർക്ക് പറഞ്ഞത്. വേറൊരു സബ്സ്ക്രൈബർ പറഞ്ഞ ഒരു കാര്യമാണ്, നമുക്ക് ഈ ആവണക്കെണ്ണ അറിയാം. ആവണക്കെണ്ണ നമ്മുടെ കൊച്ചിങ്ങൊക്കെ വെച്ച് ഇടിഞ്ഞലിലൊക്കെ വെച്ച് അതിന്റെ കരി പിടിച്ചിട്ട് പിരികത്തൊക്കെ തേച്ച് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ട്. അങ്ങനെ ഒരു സെറ്റപ്പ് നിങ്ങളെ വീട്ടുകാരോട് ചോദിച്ചാൽ മനസ്സിലാവും, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ. അപ്പം ആ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ അത് അതേപോലത്തെ കരി സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് മീശയിൽ നന്നായിട്ട് തേച്ചു. മീശയിൽ തേച്ചിട്ട് അവർ കിടക്കുമ്പോൾ പില്ലോയിലൊന്നും ആവാണ്ട് മെയിനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ ഡേ ടൈം തേച്ചാൽ മതി. നമുക്ക് അറിയില്ല മീശ ഉള്ളതുകൊണ്ട്. അങ്ങനെ തേച്ചിട്ടാൽ നമ്മുടെ മീശ കട്ട് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. അതായത് ചിലർക്ക് ഈ നടുക്കൊന്നും മിഡിലൊന്നും മീശ കാണത്തില്ല, ചിലപ്പം അവർക്ക് കണക്ഷനും കാര്യങ്ങളും ജോയിന്റ് ഒന്നും കാണത്തില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നന്നായിട്ട് തേച്ച് കൊടുക്കണമെങ്കിൽ അവർക്ക് കണക്ഷനും കാര്യങ്ങളും ഗ്യാപ്പൊക്കെ ഫില്ലാവാൻ ചാൻസ് ഉണ്ട് എന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അപ്പം ഞാൻ അത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണം. കാരണം വേറെ ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് വന്ന് അത്രേ പറയാൻ പറ്റുള്ളൂ. ഒരു ഉറപ്പ് മീശയുടെ കാര്യത്തിൽ പറയാൻ പറ്റില്ല ബ്രോ. എന്തായാലും സന്തോഷം, ബ്രോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചാനൽ. എന്തായാലും ഇനി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ബ്രോ എൻ്റെ അടുത്ത് ചോദിക്കണം. അപ്പം അടുത്ത സംശയം ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. അടുത്ത സംശയം ചോദിച്ചിരിക്കുന്നത് റാഫി ബുദ്ദാസ് എന്ന് പറഞ്ഞ ഒരു ബ്രോ ആണ്. 5 ദിവസം മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു കമന്റ് ആണ്. ബ്രോ എനിക്ക് 27 ഏജ് ആയി, തിക്ക് ഇല്ലാത്ത രോമം ഉണ്ട്, കട്ടി കൂടാൻ മിനോക്സൈഡ് മതിയാകുമോ? ഡെഫിനറ്റ്ലി ആയിട്ട് നമുക്ക് കട്ടി കൂടാൻ മിനോക്സൈഡ് യൂസ് ചെയ്താൽ മതി. കൂടെ നിങ്ങൾ വേണമെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ബിയേഡ് ഓയിൽ യൂസ് ചെയ്യാം. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ക്വാളിറ്റി ആയിട്ടുള്ള ബിയേഡാണ്. അല്ലാണ്ട് നമുക്ക് ഇവിടെ 2 മുടി ഇവിടെ 2 മുടി വന്നിട്ട് ഒരു കാര്യമില്ല. ബ്രോയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഒരാഴ്ച ഒന്ന് യൂസ് ചെയ്ത് നോക്കണം. ഒരു ബോട്ടിൽ മേടിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഒരാഴ്ച ഒന്ന് ചെക്ക് ചെയ്യണം ബോഡി. അപ്പോൾ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ അങ്ങ് സ്റ്റോപ്പ് ചെയ്യണം. ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. മിനോക്സിഡിൽ യൂസ് ചെയ്താൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം, ടെർമിനൽ ആവണ വരെ. അപ്പം ബ്രോയ്ക്ക് പിന്നെ ആ ഒരു താടി ബ്രോയ്ക്ക് എന്നേക്കുമായിട്ട് സ്റ്റേബിൾ ആയിട്ട് നിലനിൽക്കുന്നതാണ്.
അടുത്ത സംശയം ചോദിക്കുന്ന ആരും നോക്കാം. ഫാൻറ്റം എന്ന് പറയുന്ന ഒരു ബ്രോ ആണ് 6 ദിവസം മുന്നേ ചോദിച്ചിട്ടുണ്ട്. ബ്രോ കട്ടി കുറഞ്ഞ താടിക്ക് മിനോക്സിഡിൽ യൂസ്ഫുൾ ആകുമോ? ഇത് മുന്നേ റാഫി ബുദ്ധാസ് എന്ന് പറഞ്ഞ ബ്രോ ചോദിച്ചതിന്റെ സെയിം ചോദ്യം തന്നെയാണ്, അതിന് കൊടുത്ത ഉത്തരം തന്നെയാണ് ഫാൻറ്റം ബ്രോയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൂ. വേറൊന്നുമല്ല, ഒരു ബോട്ടിൽ മേടിച്ച് യൂസ് ചെയ്യണം, അത് ഒരാഴ്ച യൂസ് ചെയ്ത് നോക്കണം. എന്തെങ്കിലും നെഞ്ച് വേദനയോ തലവേദനയോ എന്തെങ്കിലും നമുക്ക് ശ്വസിക്കാൻ എന്തെങ്കിലും പ്രശ്നമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്യണം. അപ്പം അടുത്ത സംശയം ചോദിച്ചിരിക്കുന്നത് അജിൽ വി എന്ന് പറയുന്ന ഒരു ബ്രോ ആണ്. 6 ദിവസം മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ്. ആദ്യം എന്താണ് സംശയം എന്ന് ഞാൻ വായിച്ചു തരാം നിങ്ങൾക്കും കൂടെ. ബ്രോ ആദ്യം തന്നെ സൈഡിൽ കുറച്ച് താടി ഉണ്ടായിരുന്നു. ഇപ്പോൾ മിൻടോപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 മന്തായി. താടി ഇല്ലാത്ത അവിടെ വരുന്നുണ്ട്, ബട്ട് ചെറിയ ഒരു പ്രോബ്ലം. ആദ്യമുള്ള താടിയിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നുണ്ട്, വരുന്നതിൽ ചിലതും കൊഴിയുന്നുണ്ട്. അത് വീണ്ടും വരുമോ അതോ സീനാവോ ബ്രോ? പ്ലീസ് റിപ്ലൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. താടി ഇല്ലാത്തടത്ത് മുടി വളർന്നു എന്ന് കേട്ടതിൽ സന്തോഷമുണ്ട്. പിന്നെ നമുക്ക് ഉള്ള താടി കൊഴിഞ്ഞു പോകുന്നതിൽ വിഷമമുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടില്ല. അപ്പോൾ വിഷമം ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ടുള്ള സൈനാണ്, വേറെ ഒന്നുമല്ല. നമ്മുടെ ശരീരത്തിൽ ഈ മിനോക്സൈഡിൽ യൂസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഞാൻ മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഹെയർ ഗ്രോത്തിന് 3 ഫേസസ് ഉണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ആനജൻ, കാറ്റജൻ, ടാലോജൻ. ഈ 3 ഫേസും ഈ ഒരു മിനോക്സൈഡ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഫാസ്റ്റ് ആക്കും. അതായത് നമുക്ക് പെട്ടെന്ന് മുടി വരും, പെട്ടെന്ന് മുടി കൊഴിഞ്ഞു, പെട്ടെന്ന് മുടി ചെറുതായിട്ട് വളർന്നോളും, ഫുള്ളായിട്ട് വളരും, പിന്നെ പെട്ടെന്ന് കൊഴിഞ്ഞു. ഇങ്ങനെ സ്പീഡാക്കി ആ ഫേസസ് കംപ്ലീറ്റ് ആക്കി കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ഈ ഒരു മിനോക്സൈഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് താടിയിലെ രോമങ്ങൾ അങ്ങ് ഷെഡ് ആവുന്നത്. അത് എന്തായാലും അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ എന്തായാലും ഞാൻ ഉടനെ ചെയ്യുന്നതാണ്. ഞാൻ എന്തായാലും ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ബ്രോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി, ബ്രോയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇനി പറയാനുള്ളത്, ബ്രോ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, ധൈര്യമായിട്ട് ബ്രോ യൂസ് ചെയ്തോ, ധൈര്യമായിട്ട് ഇരിക്കും, താടി കട്ടിക്ക് വരും. അപ്പം അടുത്ത സംശയം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഡെയിലി വീഡിയോസും കാര്യങ്ങളും കാണാൻ നമ്മളൊരു ചങ്ക് മച്ചാനാണ്. ബ്രോയുടെ പേര് അരുൺ ബാബു. 6 ദിവസം മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ്. ബ്രോ മിനോ പാർക്ക് 5% എന്ന ബിയേഡ് ഓയിൽ ഒരു ബ്രൗൺ നിറത്തിലുള്ള ബോട്ടിലാണത്. എൻ്റെ ഫ്രണ്ട് ഉപയോഗിക്കുന്നുണ്ട്, നല്ല മാറ്റമുണ്ട്. അതും ഡോക്ടർ റെഡ്ഡീസ് മിൻടോപ്പ് 5% ആയി എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രോയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഈ മിനോ പാർക്ക് 5% എന്ന് വെച്ചാൽ അത് നമുക്കൊരു ബിയേഡ് ഓയിൽ അല്ല, അതും ഒരു മിനോക്സൈഡിൽ തന്നെയാണ്. എൻ്റെ അറിവിൽ ഇനി ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല, ബ്രോ പറഞ്ഞോളൂ ബിയേഡ് ഓയിൽ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ എൻ്റെ ഒരു പേഴ്സണലി എൻ്റെ ഒരു അറിവ് വെച്ച് നോക്കുമ്പം അതിൽ മിനോ എന്ന് വെച്ചാൽ തന്നെ മിനോക്സൈഡിലാണ്. ആ ഒരു സൊല്യൂഷൻ്റെ സ്റ്റാർട്ടിംഗ് പേരാണ് ഈ മിനോ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ. അത് വെച്ച് തന്നെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. 5%, അതായത് MX 5%, ഡോക്ടർ റെഡ്ഡിയുടെ മിൻടോപ്പ് 5%, ഇതേപോലെയൊക്കെ തന്നെയാണ് മിനോ പാർക്ക് 5%. ഇത് എനിക്ക് തോന്നുന്നത് ഇത് റേറ്റ് നമുക്ക് മറ്റുള്ള മിനോക്സൈഡിനെക്കാളും കമ്പയർ ചെയ്യുമ്പോൾ റേറ്റിന്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ, വേറെ ഒരു വ്യത്യാസം വരുന്നില്ല. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കാൻ പോകുമ്പോൾ എപ്പോഴും ഒരു 100 രൂപ കൂടിയ ഒരു പ്രോഡക്റ്റ് വേണം. അതിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിൽ നമ്മൾ പോയാലും 100 രൂപ കൂടിയ സാധനങ്ങൾ മേടിക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, ക്വാളിറ്റിക്ക് നല്ല വ്യത്യാസം വരും. അതായത് നമുക്കിപ്പം റിസൾട്ട് ഒക്കെ കിട്ടുമെങ്കിൽ തന്നെ ക്വാളിറ്റിയും അതിന്റെ ഒരു ഗ്യാരണ്ടിക്കും നല്ല ഒരു വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഞാൻ ഈ മിൻടോപ്പും MX 5 ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മിനോ പാർക്ക് യൂസ് ചെയ്യണമെങ്കിൽ ബ്രോയ്ക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല അത് യൂസ് ചെയ്യേണ്ട എന്ന് ഞാൻ പറഞ്ഞു. കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഞാനിപ്പം MX 5നെ മിൻടോപ്പുകാരും എനിക്കിന്ന് പ്രൊമോഷന് തന്നിട്ട് ഞാൻ അതിനെപ്പറ്റി പറയണമെന്ന് വിചാരിക്കും. അതുകൊണ്ട് ഞാൻ പറയണത് ബ്രോ ധൈര്യമായിട്ട് ബ്രോയ്ക്ക് യൂസ് ചെയ്യാം. അതും മിനോക്സൈഡിൽ തന്നെയാണ്. മിനോ പാർക്ക് 5% ധൈര്യമായിട്ട് യൂസ് ചെയ്യും. അടുത്ത സംശയം ചോദിച്ചിരിക്കുന്ന ആരെന്ന് നോക്കാം. അടുത്ത സംശയം ചോദിച്ചിരിക്കുന്നത് A&J വ്ളോഗ് എന്ന് പറഞ്ഞ ഒരു ചാനലാണ്. അപ്പം ആ ബ്രോ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. 6 ദിവസം മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. 2 സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ സംശയം വായിക്കാം. മിനിമം എത്ര മന്ത്സ് മിനോക്സൈഡിൽ യൂസ് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രോയുടെ അടുത്ത് എനിക്ക് പറയുന്നത്, ഞാൻ എല്ലാ വീഡിയോസിലും പറയണ പോലെ ഒരിക്കലും നമുക്ക് മിനോക്സൈഡിൽ എത്ര മാസം അല്ലെങ്കിൽ എത്ര ബോട്ടിൽ യൂസ് ചെയ്താൽ നമുക്ക് താടി വരും എന്ന് നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. അത് ബ്രോയുടെ ശരീരത്തിന്റെ പ്രകൃതം അനുസരിച്ചാണ് നമുക്ക് താടിയും കാര്യം പറഞ്ഞത്. ഈവൻ 1.5 മാസം 2 മാസത്തിലൊക്കെ കട്ടിയായിട്ട് താടി വന്ന ആൾക്കാരുണ്ട്. എൻ്റെ ചാനലിലെ വീഡിയോസ് കണ്ടിട്ട് തന്നെ വന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. അപ്പം രണ്ടാമത്തെ സംശയം ബ്രോ എന്താണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ബ്രോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മിനോക്സിൽ 40 ആൻഡ് മിനോക്സിൽ ടോപ്പിക്കൽ സൊല്യൂഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ഈ വീഡിയോ ബ്രോ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിന്റെ താഴെ ഒന്ന് കമന്റ് ബോക്സിൽ ആ ബ്രാൻഡിന്റെ പേര് പറഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോയിൽ ആ ബ്രാൻഡിനെ പറ്റി ഞാൻ ഇതേപോലത്തെ Q&A പറയുന്നതാണ്. അല്ല എങ്കിൽ ബ്രോ ചോദിച്ചിട്ടുള്ളത് ഈ നെയിമിന്റെ ഡിഫറൻസ് ആണ്. മിനോക്സിൽ 40 ആൻഡ് മിനോക്സിൽ ടോപ്പിക്കൽ സൊല്യൂഷൻ, ആ ബ്രാൻഡിന്റെ ഡിഫറൻസ് ആണ് എനിക്ക് പറയാനുള്ളത്. 40 എന്ന് വെച്ചാൽ സ്ട്രോങ് എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ടോപ്പിക്കൽ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇമീഡിയറ്റ് ആണ്. അപ്പം ഈ ഒരു മിനോക്സൈഡ് യൂസ് ചെയ്താൽ അവർ കമ്പനിക്കാർ പറയണ കാര്യം മാത്രമാണ്. ടോപ്പിക്കൽ എന്ന് വെച്ചാൽ ഇമീഡിയറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ മിനോക്സൈഡിന്റെ മറ്റേ കമ്പനിക്കാർ പറയുന്നത് 40 എന്ന് പേര് വെച്ചിട്ടുള്ള അവർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ട് പെട്ടെന്ന് ശക്തമായിട്ടുള്ള റിസൾട്ട് കിട്ടും എന്നാണ് അവർ പറയുന്നത്. അപ്പം ഈ ഒരു ഡിഫറൻസ് മാത്രമേ ഈ മിനോക്സിൽ 40 ആൻഡ് മിനോക്സിൽ ടോപ്പിക്കൽ സൊല്യൂഷൻ ആയിട്ടുള്ളൂ. വേറെ ഒരു ഡിഫറൻസ് ഇല്ല. പേര് വെച്ചാണെങ്കിൽ അതല്ല ബ്രോ ഏതെങ്കിലും ഒരു ബ്രാൻഡിനെ പറ്റിയാണ് എൻ്റെ അടുത്ത് ചോദിച്ചെങ്കിൽ ആ ബ്രാൻഡിന്റെ പേരൊന്ന് കമന്റ്
കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് അല്ലെങ്കിൽ അത് എനിക്ക് അറിയാമെങ്കിൽ ബ്രോയ്ക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. എന്തായാലും അടുത്ത വെള്ളിയാഴ്ച ബ്രോ ഈ സംശയം ഞാൻ ക്ലിയർ ചെയ്യും. എന്തായാലും എന്താണ് ചോദിച്ചത് വ്യക്തമായിട്ട് ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പം എന്തായാലും ഇന്ന് ഇത്ര സംശയമേ ഉള്ളൂ. കാരണം ഇനിയും കൂടുതൽ സംശയങ്ങളും കാര്യങ്ങളും ഞാൻ പറയണമെങ്കിൽ ഇവരുടെ ലെങ്ത് കൂടാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ബോർ അടിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, കുറേ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളാണ്. എന്തായാലും എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് കൂട്ടുകാരികൾ എല്ലാവരും ഉണ്ട്. താടി വീഡിയോ കാണാൻ കുറേ കൂട്ടുകാരുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കുറേ കൂട്ടുകാരികളുണ്ട്. ആരാണ് എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും കുറേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും സന്തോഷം. ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇനി ചാനലിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ലോക്ക്ഡൗണും എൻ്റെ ഈ വീടിൻ്റെ അടുത്തൊക്കെ ലോക്ക്ഡൗണും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ മാറ്റങ്ങളും കാര്യങ്ങളും കൊണ്ടുവരാൻ പറ്റാത്തത്. ഇപ്പം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ പറ്റാത്തതിന് ജോലിയുടെ തിരക്ക് കാരണമാണ്. ഇപ്പം ലോക്ക്ഡൗണും കാര്യമാണെങ്കിൽ തന്നെ എനിക്ക് ജോലിയുണ്ട്. ഇപ്പം വീട്ടിൽ ഇരുന്ന് ചെയ്യാനായാലും ജോലിയും കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ വീഡിയോ ഇടാൻ പറ്റാത്തത്. എന്തായാലും ഇൻഷാ അല്ലാഹ് എല്ലാം പെട്ടെന്ന് സെറ്റ് ആക്കുന്നതാണ്. അപ്പം ഇതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് താടി വീഡിയോയും അതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇനിയും നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടണേണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് താഴെപ്പോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യണം. കൂട്ടുകാരിലേക്കും എൻ്റെ ചാനൽ വീഡിയോസും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.